കച്ചി ലാംഗ്വേജ് ട്യൂട്ടോറിയൽസിൻ്റെ CLT വോയിസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ് ഇവിടെ ആരംഭിക്കുകയാണ്. നമ്മൾ ഇതുവരെയുള്ള ക്ലാസ്സുകളിൽ ഓരോ അക്ഷരങ്ങളെ എടുത്ത് ഓരോ വാക്കുകളെ എടുത്ത് അതിൻ്റെ പ്രയോഗങ്ങളെക്കുറിച്ച് പഠിക്കുകയായിരുന്നു. ഇന്ന് നമുക്ക് ഒരക്ഷരം എടുക്കാം. ആ അക്ഷരമാണ് ന. ന ഒരക്ഷരമാണ്. കച്ചി ഭാഷയിലെ ഒരക്ഷരമാണ് ന. ഈ നായ്ക്കുള്ള പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു വാക്കായിട്ട് കൂടി നമുക്ക് ഉപയോഗിക്കാം. ന എന്ന് ഉള്ള അക്ഷരം നമ്മളൊരു വാക്കായിട്ട് ഉപയോഗിക്കുമ്പോൾ അതിനൊരർത്ഥം വരുന്നു. എന്താണ് അർത്ഥം? നോ, ഇല്ല. ന ന ആ അച്ചിന്തോ ന, ആ ഓസിന്തോ ന, ഉ ആയോ ന, പ ഒസ്യാന. ഞങ്ങൾ വന്നില്ല, ഞങ്ങൾ പോയില്ല, അവൻ വന്നില്ല, അവൾ വന്നില്ല, അങ്ങനെയൊക്കെയുള്ള അർത്ഥം വരും. അപ്പം ന എന്ന ഒരു അക്ഷരമാണെങ്കിൽ തന്നെ ആ അക്ഷരം ഒറ്റയ്ക്ക് നമ്മൾ പ്രയോഗിക്കുമ്പോൾ അതിന് ഇല്ല എന്നുള്ള അർത്ഥമുണ്ട്. അപ്പം ആയുടെ ഒരാവസ്യാക്കോ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങളവിടെ പോയോ? ഇല്ല. ന പാവട ഒസ്യാന. ന ഇല്ല, പാവട ഒസ്യാന. ന പാവട ഒസ്യാന. രണ്ട് ന പറയുന്നുണ്ട്. ന ഇല്ല, പാവട ഒസ്യാന, ഞങ്ങളിവിടെ പോയില്ല. അപ്പോൾ നായ്ക്കുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ ആ ന എന്ന അക്ഷരം ഒരു വാക്കായിട്ട് നമുക്ക് ഉപയോഗിക്കാം. അതിന് ഇംഗ്ലീഷിൽ നമ്മൾ പറയുകയാണെങ്കിൽ നെഗറ്റീവ് വേർഡ് എന്ന് പറയും. ഇംഗ്ലീഷിൽ ഒരുപാട് നെഗറ്റീവ് വേർഡ്സ് ഉണ്ട്. അപ്പോൾ ഇംഗ്ലീഷ് ഗ്രാമറല്ല നമ്മളിവിടെ പഠിക്കുന്നത്. അപ്പോൾ ആ നെഗറ്റീവ് വേർഡ്സിനെ കുറിച്ച് നമുക്ക് പഠിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ ഇംഗ്ലീഷിലുള്ളതുപോലെ തന്നെ കച്ചി ഭാഷയിൽ നെഗറ്റീവ് വേർഡ്സ് ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ട വേർഡാണ് ന എന്ന വേർഡ് ഞാനിവിടെ പ്രയോഗിക്കുന്നത്. അപ്പോൾ ന ഉപയോഗിച്ച് നമുക്ക് എത്ര സെൻറ്റൻസ് വേണമെങ്കിലും ഉപയോഗിക്കാം. അജ് സ്കൂള് നായേ, അജ് തെർമാന്ത്രമേ സ്കൂൾ നായേ. അപ്പം നായേ എന്നുള്ള പറയുന്നത് നായെന്നില്ല, അത് നായേ, നായയുടെ എ കൂടി ചേർക്കുമ്പോൾ നായേ. ഇന്ന് തിരുവനന്തപുരത്ത് സ്കൂൾ ഇല്ല. അജ് ബച്ച കെയർ സ്കൂൾ ഒസ്യാന, ഇന്ന് കുട്ടികളാരും സ്കൂളിൽ പോയില്ല. അജ് ഔ വഹാർത്തെ ഒസ്യോന, ഇന്ന് ഞാൻ ഓഫീസിൽ പോയില്ല. മൂക്കെ ഖായിലെ കി നഹാപ്പേ, എനിക്ക് കഴിക്കാൻ ഒന്നും വേണ്ട. ന നഹാപ്പേ, നഹാപ്പേ എന്ന് പറഞ്ഞാൽ ന പ്ലസ് ഹപ്പേ, ന പ്ലസ് ഹപ്പേ നഹാപ്പേ, എനിക്ക് കഴിക്കാൻ ഒന്നും വേണ്ട. മൂക്കെ ബൊക്ക് നായേ, എനിക്ക് വിശപ്പില്ല. മൂക്കെ ബൊക്ക് നായേ. അപ്പം ന എന്നുള്ളത് ഇല്ല, നെഗറ്റീവ് മീനിങ് ഉള്ള ഒരു വേർഡായിട്ട് നമുക്ക് എടുക്കാം. ഇംഗ്ലീഷ് ഗ്രാമറുമായിട്ട് തന്നെ താരതമ്യപ്പെടുത്തുമ്പോൾ ഇംഗ്ലീഷ് ഗ്രാമറിലുള്ള നെഗറ്റീവ് വേർഡായ നോ ആണ് കച്ചി ഭാഷയിലെ നായ്ക്ക്. ഇനി ഈ നായ്ക്ക് വേറൊരു അർത്ഥവും കൂടിയുണ്ട്. ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ നായെ ഒരു കൺജങ്ഷനായിട്ട് നമുക്ക് ഉപയോഗിക്കാം. കൺജങ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് വാക്കുകളെ തമ്മിൽ കൂട്ടി യോജിപ്പിക്കുകയോ രണ്ട് വാചകങ്ങളെ സെൻറ്റൻസുകളെ കൂട്ടി യോജിപ്പിക്കുകയോ ചെയ്യാൻ ഉപയോഗിക്കുന്ന വാക്കാണ് കൺജങ്ഷൻ വേർഡ്. അതിന് ഇംഗ്ലീഷിൽ ആൻഡ് എന്ന് പറയും. ആൻഡ് എന്നുള്ള വാക്ക് ഒരു കൺജങ്ഷനാണ്. ആൻഡ്. സൽമ ആൻഡ് സുഹേൽ, റഹീം ആൻഡ് രാജു. ഇംഗ്ലീഷിൽ ആൻഡ് എന്ന് പറയും. അതിന് വരെ നമുക്ക് നായ ഉപയോഗിക്കാം കച്ചിയിൽ. സൽമ ന സലീം, സൽമ ന സലീം, സൽമായും സലീമും. ആവും ന മൂഞ്ചോബ, ഞാനും എൻ്റെ അനിയനും. അപ്പോൾ അവിടുത്തെ നായ്ക്കുള്ള അർത്ഥം വന്നത് ആൻഡ് എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ ആ നായ്ക്ക് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇങ്ങനെ രണ്ട് വാക്കുകളെ യോജിപ്പിക്കാൻ നമ്മൾ ഒരു ന എന്നൊരു ശബ്ദം കൊണ്ട് ശ്രമിക്കുമ്പോൾ നമ്മൾ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം അതിനർത്ഥം മാറി അതിന് ആൻഡ് എന്നുള്ള അർത്ഥമാവും. അതൊരു കൺജങ്ഷനാണ്. മൂഞ്ചോ ബച്ചാന മൂഞ്ചോ ബാ, മൂഞ്ചോ ബച്ചാന മൂഞ്ചോ ബാറും, എൻ്റെ കുട്ടികളും എൻ്റെ ബ്രദേഴ്സും. റഹീം ന ഉഞ്ചി ബൈഡി, റഹീമും റഹീമിൻ്റെ ഭാര്യയും. അപ്പം ന എന്നുള്ള ശബ്ദം അവിടെ വരുമ്പോൾ അതിൻ്റെ അർത്ഥം മാറി അതിന് ആൻഡ് എന്നുള്ള അർത്ഥമായി. അതൊരു ഇംഗ്ലീഷ് ഭാഷയിലെ ഗ്രാമറിൽ നമ്മൾ പറയുകയാണെങ്കിൽ അതൊരു കൺജങ്ഷനായിട്ട് മാറും. അപ്പം നായ്ക്ക് രണ്ട് രീതിയിൽ നമുക്ക് നായയുടെ പ്രയോജനമുണ്ട്. ഒരു ഒറ്റ വാക്കായി നിർത്തുമ്പോഴത്തേക്കും നോ എന്നുള്ള അർത്ഥം വരും. അത് വേറെ വാക്കുകളുടെ കൂടെ ചേർക്കുകയാണെങ്കിൽ നമുക്കൊരു കൺജങ്ഷനായിട്ട് ഉപയോഗിക്കാം. ഒന്നിലധികം വാക്കുകളെ കൂട്ടിച്ചേർക്കാനോ ഒന്നിലധികം സെൻറ്റൻസുകളെ കൂട്ടിച്ചേർക്കാനോ ന ഉപയോഗിക്കാം. അപ്പോൾ ഇതുവരെ പറഞ്ഞത് വെച്ച് നായ്ക്കുള്ള പ്രത്യേകത ഇതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യായ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൺജങ്ഷനായിട്ട് ഉപയോഗിക്കാം, ഒരു നെഗറ്റീവ് വേർഡായിട്ടും ഉപയോഗിക്കാം. നമ്മൾ ദിവസേന സംസാരിക്കുമ്പോൾ ഇതൊക്കെ ചെയ്യുന്നുണ്ട്. ഈ പ്രയോഗങ്ങളൊക്കെ നമ്മൾ എല്ലാവരും അറിയാതെ നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷേ അതിൻ്റെ
ഗ്രാമർ ഭാഗം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതാണ് അതിൻ്റെ പ്രത്യേകത. ഈ നാ എന്നുള്ള ശബ്ദത്തിനുള്ള പ്രത്യേകത. നാ, നോ. തുവടാച്ച് നാ ആ ഒച്ചയും തോസന, തുവടാസോ നാ ആ ഓസും തോന്ന. അപ്പോൾ ആ നോ എന്നുള്ള മീനിങ് വന്ന് ആവുന മൂഞ്ചോ ബാ ബൊജ്ജന മെല്ലി സിനിമ ഡെസല്ലേ ഒസന്ത. ഞാനും എൻ്റെ അനിയനും രണ്ടുപേരും ചേർന്ന് സിനിമ കാണാൻ പോകുന്നു. ആവുന മൂഞ്ചോ ബാ, അവിടെ ആൻഡ് എന്നുള്ള അർത്ഥം വന്നു. അപ്പോൾ ഇന്ന് ഞാൻ ഇവിടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചിരിക്കുന്നത് വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ നാ എന്ന ഒരു വാക്ക്, ഒരു അക്ഷരത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. 2 സന്ദർഭങ്ങളിൽ ആ നാ നമ്മൾ ഉപയോഗിക്കും. ഒന്ന് നെഗറ്റീവ് വേർഡായിട്ട് ഉപയോഗിക്കും, ഒന്നൊരു കൺജങ്ഷനുമായിട്ട് ഉപയോഗിക്കും. അപ്പോൾ കച്ചിയിലെ ഗ്രാമറിൻ്റെ സാധ്യതകൾ ഇപ്പോൾ നമ്മൾ ശരിക്കും കണ്ടുകൊണ്ടിരിക്കുകയാണ്. കച്ചിയിലെ ഗ്രാമറുണ്ട്, നമുക്ക് എന്താണ് പ്രയോജനം? കച്ചിയിൽ ഗ്രാമറുണ്ട്, ഇംഗ്ലീഷിലും ഹിന്ദിയിലുള്ളതുപോലെ കച്ചിയിൽ ഗ്രാമറുണ്ട്. ഇവിടെ നാ എന്ന വാക്കിൻ്റെ പ്രയോഗങ്ങളാണ് ഇന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇന്നത്തേക്ക് ഇത്രയും മതി. അധികം പറഞ്ഞാൽ എല്ലാവർക്കും ബോറടിക്കും. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.